നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ തീരുമാനം എന്താ? ഞാൻ പറയാം, അല്ലാതെ പറ്റില്ലല്ലോ. വിവാഹം കഴിഞ്ഞ ശേഷം മക്കള് നല്ല നിലയിലേക്ക് എത്തുമ്പോ അതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? ഏട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താടാ, പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ നടക്കില്ലേ? അതല്ല ഏട്ടാ, ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഏട്ടാ വാ. എന്താടാ, എന്തു പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ പറയുന്നതുകൊണ്ട് ഏട്ടൻ മറ്റൊന്നും കരുതരുത്. നിത്യമോളുടെ വിവാഹം ഒരു ഭാഗ്യമാണെന്നല്ലേ നമ്മളെല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അത് സത്യമല്ല. നീ എന്താ ഈ പറയുന്നേ? അതെ ഏട്ടാ, ഈ വിവാഹം നടന്നാല് നിത്യമോള് ജീവിതകാലം മുഴുവൻ വിഷമിക്കും. ശിവ, നീ വെറുതെ തമാശ പറയില്ലേ? കല്യാണം തീരുമാനിച്ച ആളുകളെ വിളിച്ച് ഉമ്മർത്തിരുത്തിയിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? അത് കാരണം ഞാൻ ഏട്ടന് പറഞ്ഞുതരാം. ഏട്ടൻ മോളുടെ കല്യാണം നടത്തി കൊടുക്കാൻ ശ്രമിച്ചപ്പോ ഈ നാട് മുഴുവൻ നളിനിക്കെതിരായി. പക്ഷേ ഇപ്പൊ നിഴലായിട്ട് കൂടെ നടക്കുന്ന അനിയൻ ഏട്ടന്റെ മോളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുമ്പോ അതാര് ചോദിക്കും? നളിനി, നീ അകത്തു പോ. നീ ഇടപെടേണ്ട കാര്യമല്ല സംസാരിക്കുന്നത്. എന്താ അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ഇവരെന്തൊക്കെയോ പറയുന്നു. ഷേടി മോളെ നിത്യേ, നാളെ നിന്റെ കല്യാണം നടക്കില്ല. നിന്റെ ഈ ചെറിയച്ഛനും മക്കളും കൂടെ അത് നടത്തില്ല. അമ്മായി ദേ വെറുതെ കാര്യം പറയുന്നത് ഭ്രാന്ത് വിളിച്ച് പറയരുത്. അതേടാ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. വിമലിനെ കൊണ്ട് ഞാൻ നിത്യനെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അത് നളിനിയുടെ അഹങ്കാരം. നളിനി അർഹതയില്ലാത്തത് കൊതിച്ചു. പക്ഷേ ഈ നിൽക്കുന്ന നിന്റെ അനിയത്തി ഉണ്ടല്ലോ, ഇവള് കൊതിച്ചതോ സ്വന്തം ചേച്ചിയെ കെട്ടാൻ പോകുന്നവന്. അമ്മ എന്ത് വൃത്തികേടായി വിളിച്ചു പറയുന്നത്? അതേടി, വൃത്തികേട് തന്നെ പറയും ഞാൻ. ഏട്ടൻ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുവാ. ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് സുജാതയുടെ വീട്ടിലേക്ക് പോന്നെ? അവിടെ ആരിരുന്നിട്ടാ? സംഗതി വേറെ ഒന്നുമല്ല. സുജാതയുടെ വീടും അവിടുത്തെ ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോ ആ കുടുംബത്തിലേക്ക് കേറി ചെല്ലേണ്ടത് ചേച്ചിയല്ല ഞാനാണെന്ന് ഇവളങ്ങ് തീരുമാനിച്ചു. നിന്റെ നാക്ക് ഞാൻ പിഴുതുകളയും. നാക്കൊക്കെ പിഴുതു കളയാൻ വരട്ടെ. എടാ വിമലേ, അതിന്റെ എടുത്തോണ്ട് വാടാ. നിത്യേച്ചിയുടെ വിവാഹം മുടക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. നിങ്ങളും കൂടെ കണ്ണു നിറച്ചൊന്ന് കണ്ടോ? ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അവരുടെ കല്യാണം മുടക്കുക എന്നുള്ളതാണ്. ആഹാ, ഇവിടെ നിക്കുവായിരുന്ന കണ്ട മക്കളുടെ ഗുണം കണ്ട. ഏട്ടനെ കണ്ണു നിറച്ച് കണ്ടല്ലോ.
കല്യാണം മുടക്കണോന്ന് ഞാനല്ല ആവശ്യപ്പെട്ടത്. ഏട്ടന്റെ ഈ മോള. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോട് ചോദിക്ക. ഈ കല്യാണം അവള് മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന്. വല്യച്ച, ഞാൻ കല്യാണം മുടക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് സത്യോ? അത് അമ്മായി പറയുന്ന പോലെയല്ല. കിടന്ന് തുള്ളാതടി മോളെ. ഇത്രയും കാലം നളിനി എല്ലാരും കൂടെ കൂട്ടിപ്പിടിച്ച് കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ? ഇനിയേ നളിനിയുടെ സമയ. ഞാൻ പറയട്ടെ, ഇനിയേ ഏട്ടന് വേറൊരു കാഴ്ച കൂടി കാണണം. നിത്യയെ മറന്ന് ശ്രുതിയെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് ദേ ഈ നിക്കണ അച്ഛനും മോനും കൂടെ ജീവന്റെ അടുത്തേക്ക് പോയത്. എടി നിന്നെ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയണം. ഈ അച്ഛനും മോനും കൂട്ടരും കൂടി ഇവിടേക്ക് കയറി വരേണ്ട ഏട്ടന്റെ മരുമകനെ തല്ലി ചതച്ചു. അത് ഈ നേരം വരെ പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? എടാ മോനെ, അതും കൂടെ ഒന്ന് എടുത്തു വെച്ച് നോക്ക്. ഇനി ഏട്ടൻ അനിയനോട് ചോദിക്കും, പറയാനേ ന്യായങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന്. ഉണ്ടെങ്കില് അതെനിക്ക് കൂടി ഒന്ന് അറിയണം. എടാ, നാണം ഉണ്ടോടാ നിനക്ക്? ഇങ്ങനൊരു പെങ്ങളെയും കൊണ്ട് ആണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ എരന്ന് നടക്കണേല് നല്ലത് തല്ലി അങ്ങോട്ട് കൊന്നു കളയുന്നതാ. അച്ഛാ, എന്തിനാടി ഇവനെയൊക്കെ പെറ്റത്? എന്താ നോക്കി നിൽക്കുന്നേ? ഒന്നും പറയാനില്ലേ? നിന്റെ പക തീർന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ ശിവാനന്ദ? ഏട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.